വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽ കുടുങ്ങിയ റഷ്യയിലെ യുദ്ധമുഖത്ത് ഒട്ടേറെ മലയാളികളാണ് അകപ്പെട്ടത്. തട്ടിപ്പിനിരയായ ഡേവിഡ് മുത്തപ്പൻ, പ്രിൻസ് സെബാസ്റ്റ്യൻ എന്നിവർ കഴിഞ്ഞ മാസം തിരിച്ചെത്തിയിരുന്നു. ഇവരോടൊപ്പം പോയ ടിനു, വിനീത് എന്നിവർ ഇപ്പോഴും തിരിച്ചെത്തിയിട്ടില്ല. റഷ്യയിലേക്കുള്ള മനുഷ്യക്കടത്തിൽ 2 പേർ സിബിഐ സംഘത്തിന്റെ പിടിയിലായി. ഇടനിലക്കാരായ അരുൺ, പ്രിയൻ എന്നിവരെയാണ് സിബിഐ ഡൽഹി യൂണിറ്റ് അറസ്റ്റ് ചെയ്തത്. വിവരങ്ങളുമായി വി വിനോദാണ് ചേരുന്നത്. വിനോദ്, നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? റഷ്യയിൽ സെക്യൂരിറ്റി ജോലിക്കെന്ന പേരിൽ മലയാളികളെ കൊണ്ടുപോവുകയും റഷ്യ ഉക്രൈൻ യുദ്ധമുഖത്ത് ഇവരെ നിയോഗിക്കുകയും ചെയ്തു. റഷ്യൻ സൈന്യത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് പിന്നീട് മലയാളികളെ ഉപയോഗിച്ചത്. ഇതിൽ 2 പേരെ പിന്നീട് കേന്ദ്ര സർക്കാർ ഇടപെട്ട് തിരികെ കൊണ്ടുവന്നിരുന്നു. ഇപ്പോഴും 2 പേർ ഇന്ത്യയിലേക്ക് തിരികെ എത്തിയിട്ടില്ല. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം കഠിനംകുളം സ്വദേശികളായ അരുൺ, പ്രിയൻ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ദില്ലി സിബിഐ യൂണിറ്റാണ് ഇവരെ പിടികൂടിയത്. പണം വാങ്ങി തൊഴിൽ നൽകാമെന്ന വ്യാജേന കൊണ്ടുപോവുകയായിരുന്നു. പിന്നീടാണ് ഇവരെ യുദ്ധത്തിന് നിയോഗിച്ചത്. അവിടെ കുറച്ചു ദിവസം പരിശീലനം നൽകുകയും പിന്നീട് യുദ്ധമുഖത്ത് നിയോഗിക്കുകയുമായിരുന്നു. തുടർന്ന് ഈ മലയാളികൾക്ക് അവിടെ പരിക്ക് പറ്റുന്ന സംഭവമുണ്ടായി. റഷ്യയിലെ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് ശേഷമാണ് 2 പേരെ നയതന്ത്ര ഇടപെടലിലൂടെ ഇന്ത്യയിലേക്ക് മടക്കിക്കൊണ്ടുവന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മലയാളികളെ അവിടെ കൊണ്ടുപോയതിൽ കൂടുതൽ പേരുണ്ട്. ഇവരുടെ അറസ്റ്റ് കൂടി നടക്കേണ്ടതുണ്ട്. ഇവർക്കായുള്ള തിരച്ചിൽ സിബിഐ നടത്തുകയാണ്. ശരി, വി വിനോദാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത് നിന്നും.